ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലെ അറബിക്കിൻ്റെ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 2022-23 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് അറബിക്കാണ് എക്സാം അല്ലേ. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. റെഡിയാണോ? ഒന്നാമത്തേത് നുലവ്വിനു നെക്തുബു, താഴെയുള്ളതിന് നിറം കൊടുക്കാം എന്നിട്ട് എഴുതാം. മറിയം 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കുട്ടികൾക്കായി ശിശുദിനത്തിൽ പഞ്ചായത്ത് തലത്തിൽ നിറം നൽകൽ മത്സരം നടത്തിയിരുന്നു. അവളും അതിൽ പങ്കെടുത്തു. അവൾക്ക് നിറം നൽകാൻ ലഭിച്ചത് പൂമ്പാറ്റയുടെ ചിത്രമാണ്. നമുക്കും നിറം നൽകാം. അപ്പോൾ ഈ പൂമ്പാറ്റയ്ക്ക് നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഹാദിഹി എന്താണ്? ഇതെന്താണ്? ഹാദിഹി ഫറാഷത്ത്. എന്താണ്? ഫറാഷത്ത്. അപ്പോൾ അവിടെ ഫറാഷത്ത് എന്ന് എഴുതി കൊടുക്കണം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. രണ്ടാമത്തേതാണ് ഹയ്യാനോ ഇദ്ദുൽ ബയാൻ. നമുക്ക് താഴെയുള്ളതിനൊന്ന് വിവരണം ചെയ്യാം. ധാരാളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. മറിയമിനാണ് 1ാം സ്ഥാനം. അവൾക്ക് സമ്മാനമായി കളറുകളും ചിത്രപുസ്തകങ്ങളും ലഭിച്ചു. ചിത്രപുസ്തകം മറിച്ചു നോക്കിയപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ചിത്രങ്ങൾ കണ്ടു. ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാം. അന ഉഹിബു എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? ദീക്ക്, ഹുദുഹുദ്, ദൂദ, ഫനസ്, ഹിറ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് ആരാണ്? കോഴിയാണ്. കോഴിക്ക് എന്താ പറയുക? ദീക്ക് എന്നാണ് അല്ലേ. അപ്പോൾ അന ഉഹിബു ദീക്ക്. രണ്ടാമത്തേതോ ചക്കയാണ്. ചക്കക്ക് എന്താ പറയുക? ഫനസ്. അന ഉഹിബു ഫനസ്. ഓക്കെ, താഴെ ഫനസ് എന്ന് എഴുതേണ്ടത് അവിടെ ഉണ്ട്, അതൊന്ന് എടുത്ത് എഴുതിയാൽ മാത്രം മതി. അടുത്തത് പൂച്ചയാണ്. പൂച്ച അന ഉഹിബു ഹിറ. ഇനി അന ഉഹിബു പുഴു, കാറ്റർപില്ലർ എന്താ പറയുക? ദൂത. അന ഉഹിബു ദൂത. അന ഉഹിബു ഹുദ്ഹുദ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഹയ്യാനു കമ്മിൽ, നമുക്കൊന്ന് പൂരിപ്പിക്കാം. പുസ്തകത്തിലെ ചില ചിത്രങ്ങളുടെ പേരുകൾ മറിയം എഴുതാൻ ശ്രമിക്കുകയാണ്. നമുക്ക് അവളെ സഹായിക്കാം. ഒന്നാമത്തെ ചിത്രം എന്താണ്? ലീഫാണ്, ഇലയാണ് അല്ലേ. ഇലക്ക് എന്താ പറയുക? വറക്കുൻ. ഓക്കെ, വറക്കുൻ. ഇനി അടുത്തതാരാണ്? അടുത്തത് നമ്മുടെ ചെന്നായിയാണ് അല്ലേ. എന്താ പറയുക? ലബ്. അപ്പോൾ അവിടെ സായാണ് മിസ്സായിട്ടുള്ളത്. അപ്പോൾ അവിടെ എഴുതുക ലബ്. അടുത്തത് നോക്കൂ. അടുത്തത് റോസാണ്. റോസിന് എന്താ പറയുക? റോസിന് നമ്മൾ വർദ്ധത്തുൻ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ അവിടെ വർദ്ധ എന്നുണ്ട്. അപ്പോൾ അവിടെ ദാലാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോഴാണത് വർദ്ധത്തുൻ എന്നായിട്ട് മാറുള്ളൂ. പിന്നെയുള്ളത് നായക്കുട്ടിയാണ്. നായക്കുട്ടിക്ക് എന്താ പറയുക? നായ്ക്ക് കൽബുൻ. അപ്പോൾ അവിടെ കാഫാണ് മിസ്സായിട്ടുള്ളത്. പിന്നെയുള്ളത് ഉസ്ഫൂറുൻ. വെരി ഗുഡ്, ഉസ്ഫൂറുൻ. അപ്പോൾ അവിടെ റുൻ എന്ന് എഴുതി കൊടുക്കണം. ഇനി ഹയ്യാന ഉദ്ദു, നമുക്കൊന്ന് നോക്കാം. എന്താണ്? മറിയമിന് കിട്ടിയ ചിത്രപുസ്തകത്തിൽ പൂന്തോട്ടത്തിൻ്റെ ചിത്രമുണ്ടായിരുന്നു. മുയൽ, റോസാപ്പൂവ്, ആട്, കൊക്ക് തുടങ്ങിയവ ചിത്രത്തിൽ കാണുന്നുണ്ട്. ഓരോന്നും എത്രയുണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് നോക്കൂ. ഇവിടെ എത്ര മുയലുണ്ട്? മുയൽ 2 എണ്ണമാണുള്ളത് അല്ലേ. പിന്നെ റോസാപ്പൂ 1, 2, 3, 4 എണ്ണമുണ്ട്. ആട് 1 എണ്ണമുണ്ട്. കൊക്ക് 3 എണ്ണമുണ്ട്. ഇനി അടുത്തത് നോക്കൂ. റോസാപ്പൂവ് എത്രയാണ്? ഇവിടെ നോക്കൂ, 4 എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് അർബ എന്നാണ് പറയുക. അടുത്തത് എന്താണ്? 2 മുയലാണ്. അപ്പോൾ അതിനെന്താ പറയുക? ഇസ്നാനി. അപ്പോൾ അതിൻ്റെ നമ്പറൊന്നും കൂടെ നിങ്ങളവിടെ എഴുതി കൊടുക്കണം. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് 2 എന്ന് എഴുതുക അല്ലേ. കൊക്ക് അവിടെ 3 എണ്ണമാണ് അവിടെ കൊടുത്തിട്ടുണ്ട്, സലാസ. പക്ഷെ അവിടെ ഡിജിറ്റ് കൊടുത്തിട്ടില്ല, അതൊന്ന് എഴുതണം. ഇനി ആട് വാഹിദ്, 1 എണ്ണം മാത്രമേ ഉള്ളൂ. അയ്യാ നുഹാവിർ, നമുക്കൊന്ന് പറയാം, സംഭാഷണം ചെയ്യാം. ചിത്രപുസ്തകത്തിൽ നിറം നൽകിയതിനു ശേഷം കളിക്കാനായി മറിയം പൂന്തോട്ടത്തിലേക്ക് പോയി. അവൾ പൂമ്പാറ്റകളോടൊപ്പം കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഉമ്മയെ വിളിച്ചു കരഞ്ഞു. ഉമ്മ ഓടി വന്നു. ഉമ്മ അവളോട് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മ ചോദിക്കുന്നത് എന്താ ചോദിക്കും അല്ലേ. നമ്മൾ കരഞ്ഞാൽ നമ്മുടെ ഉമ്മ വന്നിട്ട് എന്താ ചോദിക്കുക? എന്താ പറ്റി എന്ന് ചോദിക്കും. അപ്പോൾ മാതാ എന്താന്ന് ചോദിക്കും. അപ്പം മറിയം പറയും, എന്താണ് അവിടെ ഉള്ളത്? ആ മരത്തിൻ്റെ ബാക്കിൽ ഒരു നായയാണ്. അപ്പം എന്താ പറയുക? മറിയം എന്താ പറയുക? കൽബുൻ എന്ന് പറയും. അപ്പോൾ ഉമ്മ ചോദിക്കും എവിടെയെന്ന് ചോദിക്കും. എവിടെ? മറിയം പറയും വറാ ഷജർ, മരത്തിൻ്റെ പുറകിലാണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ കൽബ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് എവിടെയാണ് എഴുതേണ്ടത് എന്ന് മാത്രം കൂട്ടുകാരെ നോക്കി എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.